ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് ചെറുപ്പം മുതലേ പൈലറ്റ് ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി മാത്രം അവള് കോളേജിൽ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പൈലറ്റിന്റെ ട്രെയിനിങ്ങിന് പോകാനായിട്ട് നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ അതിന് 10 ലക്ഷം രൂപ ചെലവാകുമെന്ന് അറിയാണ്. അതുകൊണ്ട് അവളുടെ ആ ഒരു ആഗ്രഹം നടക്കില്ല എന്ന് വിചാരിച്ച് അവൾ വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഒരു ആർട്ടിക്കിൾ കാട്ടിക്കൊടുത്ത് എയർഫോഴ്സിക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അതിനധികം പൈസയൊന്നും വേണ്ടായിരുന്നു. ഈ ഒരു പെണ്ണും ഭയങ്കര സന്തോഷത്തോടുകൂടി അവിടേക്ക് പോകുന്നുണ്ട്. ഒരുപാട് പേര് അവിടെ വന്നിരുന്നു. ഫസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിൽ അവൾ നന്നായി തന്നെ പാസ് ആവാന്. രണ്ടാമതായിട്ട് ജനറൽ നോളേജ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെവൽ വെക്കാണ്. അതിൽ അശോക് ചക്രത്തിന് ഏത് കളറാണെന്ന് ചോദിക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണ് അത് ബ്ലൂ ആണെന്ന് പറയാണ്. എന്നാൽ ഒരു കൊച്ചിനെ കൺഫ്യൂഷൻ ആകുന്ന പോലെ നിനക്ക് ഉറപ്പാണോ അത് ബ്ലാക്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളും കൺഫ്യൂഷൻ ആയിട്ട് ആരും തന്നെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അത്രയും പേരുള്ളിടത്ത് നിന്ന് ഇവള് മാത്രം എഴുന്നേറ്റ് നിന്ന് അല്ല സാർ അത് ബ്ലൂ തന്നെയാണെന്ന് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും ഭയങ്കര ധൈര്യത്തോടുകൂടി അതെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് അവൾ പറയാണ്. ആ ഒരു കൂട്ടത്തില് അവളെ മാത്രം അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അവൾ ഭയങ്കരമായിട്ട് ഫിറ്റ് ആണെന്ന് പറയാണ്. പക്ഷെ അവൾക്ക് 7 കിലോ വെയിറ്റ് കൂടുതലാണെന്നും 1 സെന്റിമീറ്റർ ഹൈറ്റ് കൂടുതലാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതാലോചിച്ച് വിഷമിച്ചിരിക്കുന്ന അവളുടെ അച്ഛൻ മോട്ടിവേറ്റ് ചെയ്ത് 7 കിലോ അല്ലേ അത് നീ ഡയറ്റ് ഒക്കെ ചെയ്താൽ ശരിയാവും പറയാണ്. അപ്പൊ ഹൈറ്റിന്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ 1 സെന്റിമീറ്റർ എങ്ങനെയെങ്കിലും നമുക്ക് കൂട്ടാൻ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ 7 കിലോ വെയിറ്റ് കുറച്ച് ആ ഒരു സാറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. 7 കിലോ വെയിറ്റ് ഒക്കെ കമ്മിയായി. പക്ഷെ ഹൈറ്റിന്റെ കാര്യം എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ 1 സെന്റിമീറ്റർ അല്ല സാർ അത് അഡ്ജസ്റ്റ് ചെയ്തൂടെയെന്ന് അവളും ചോദിക്കുകയാണ്. ആ സാറും ഒന്ന് ആലോചിച്ചതിന് ശേഷം അവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോക്പിറ്റിൽ ഇരിക്കുന്ന പോലെ അറേഞ്ച് ചെയ്യാണ്. അവളുടെ കൈക്ക് ഇത്തിരി നീളം കൂടിയോണ്ട് തന്നെ നല്ല പോലെ തന്നെ അവൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവളെ ആ ഒരു ടെസ്റ്റിലും സെലക്ട് ചെയ്യാണ്.